ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് എഫേസ്യോസ് 2:22. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോന്നും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോകില്ലേ, എന്തേ ഇങ്ങനെ എന്ന്. അത്രമേൽ ദുഃഖിപ്പിക്കുന്നതായിരിക്കാം, അത്രമേൽ സഹനങ്ങളിലൂടെ കടത്തിവിടുന്ന സാഹചര്യങ്ങളായിരിക്കാം ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിൻ്റെ മുന്നിൽ അറിയാതെ ചോദിച്ചു പോവില്ലേ, എന്തേ ഇങ്ങനെയെന്ന്. എന്നാൽ ഒന്ന് അറിഞ്ഞുകൊള്ളുക, നീ പരിശുദ്ധാത്മാവിൽ പണിയപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായി പരിശുദ്ധാത്മാവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വിശ്വാസത്തോടെ, എളിമയോടെ ദൈവത്തിന് തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ മാതാവ് തന്നെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അവൾ ദൈവപുത്രന് വാസസ്ഥലമായി ഒരുങ്ങി. നാമും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി മാറാൻ. നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും.